അസ്സാം വലൈക്കും. ഹായ് മൈ ഫ്രണ്ട്സ്. മൊബൈലിൽ എങ്ങനെ ഗൂഗിൾ മീറ്റ് ഷെഡ്യൂൾ ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടറുകളിൽ നമുക്കറിയാം, അതിൻ്റെ ഹോം സ്ക്രീനിൽ തന്നെ ഷെഡ്യൂൾ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. എന്നാൽ മൊബൈലിൽ അങ്ങനെയല്ല. അതുകൊണ്ട് പലർക്കും ആശയക്കുഴപ്പമുണ്ട്. അപ്പോൾ അതാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. മൊബൈൽ ഫോണിലൂടെ ഗൂഗിൾ മീറ്റ് ഷെഡ്യൂൾ ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായി നമ്മൾ മൊബൈൽ ഫോണിൽ ഗൂഗിൾ കലണ്ടർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അധിക മൊബൈലുകളിലും ചിലപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ ഗൂഗിൾ കലണ്ടർ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഗൂഗിൾ കലണ്ടർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഗൂഗിൾ കലണ്ടർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഹോം സ്ക്രീൻ ഇങ്ങനെ വരും. അതിൻ്റെ അടിയിൽ കാണുന്ന പ്ലസ് ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ഇവന്റ് എന്ന് കാണാം. അപ്പോൾ ഇവന്റ് ക്ലിക്ക് ചെയ്യാം. ഇവന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ടൈറ്റിൽ വരും. ഇവിടെയാണ് നമ്മുടെ മീറ്റിങ്ങിന് വേണ്ട ടൈറ്റിൽ കൊടുക്കേണ്ടത്. എന്താണോ നമ്മൾ ആ മീറ്റിംഗ് ഉദ്ദേശിക്കുന്നത് ആ ടൈറ്റിൽ കൊടുക്കുക. ഇവിടെ ഞാൻ ടെസ്റ്റ് മീറ്റിംഗ് എന്ന് കൊടുത്തു. അതിനുശേഷം ഡേറ്റ് സെലക്ട് ചെയ്യാം. ഏത് ദിവസമാണ് നമ്മൾ മീറ്റിംഗ് ഉദ്ദേശിക്കുന്നത് അവിടെ ഡേറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ മാസവും ദിവസവും സെലക്ട് ചെയ്യുക. ഇവിടെ ജൂലൈ 27 സെലക്ട് ചെയ്തു. ഓക്കെ അടിക്കുക. അതിനുശേഷം സമയം സെലക്ട് ചെയ്യുക. 5:30 PM സെലക്ട് ചെയ്തു. അതിനുശേഷം അതിൻ്റെ തൊട്ടടിയിൽ ഏത് സമയത്താണോ നമ്മൾ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. അതേ ദിവസം തന്നെ 6:30 PM, 1 മണിക്കൂറാണ് മീറ്റിംഗ് ഉദ്ദേശിച്ചത്. അങ്ങനെ സെലക്ട് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾ ഡേ എന്ന് മുകളിൽ, അതിൻ്റെ നേരെ മുകളിൽ കാണുന്ന ഓൾ ഡേ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും മീറ്റിംഗ് വിളിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ വേറെ വേറെ ഐ ഡി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഷെഡ്യൂളുകൾ ആവശ്യമില്ല. ഓൾ ഡേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒറ്റ സിംഗിൾ ഐ ഡി വെച്ചുകൊണ്ട്, ഗൂഗിൾ മീറ്റ് ഐ ഡി വെച്ചുകൊണ്ട് ഏത് സമയവും എപ്പോൾ വേണമെങ്കിലും നമുക്ക് മീറ്റിംഗ് വിളിക്കാവുന്നതാണ്. നമ്മൾ എപ്പോഴാണോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും നമ്മുടെ പാർട്ടിസിപ്പൻസിന് അതിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ അടിയിൽ വന്ന് ആഡ് വീഡിയോ കോൺഫറൻസ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഇവന്റ് ഗൂഗിൾ മീറ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. വീഡിയോ കോൺഫറൻസിങ് ഡീറ്റെയിൽസ് ആഡഡ് ഗൂഗിൾ മീറ്റിലേക്ക് ആഡ് ചെയ്തു. ഇപ്പോൾ ഈ ഷെഡ്യൂൾ ചെയ്തത് നമ്മുടെ ഗൂഗിൾ മീറ്റിലേക്ക് ആഡ് ചെയ്തു. നമ്മുടെ കലണ്ടറിലും അത് ഷെഡ്യൂൾ ചെയ്തു. പിന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് മാൻഡേറ്ററി അല്ല, വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. റിമൈൻഡർ ഉണ്ട്, അതൊക്കെ സെറ്റ് ചെയ്യാം. അവസാനം മുകളിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗൂഗിൾ മീറ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. അവിടെ കാണാം, മുകളിൽ കാണാം ടെസ്റ്റ് മീറ്റിംഗ്. ഇതിനെ ക്ലോസ് ചെയ്ത് നമ്മൾ ഗൂഗിൾ മീറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അവിടെ വന്നു ഗൂഗിൾ മീറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി. അപ്പോൾ അവിടെ അടിയിൽ സ്വൈപ്പ് ടു സീ യുവർ മീറ്റിംഗ്സ്, അവിടെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് കാണേണ്ടത്. ഇപ്പോൾ അവിടെ വന്നിട്ടില്ല, അത് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒന്ന് ക്ലോസ് ചെയ്ത് അല്പസമയം വെയിറ്റ് ചെയ്ത് വീണ്ടും എടുത്തു കഴിഞ്ഞാൽ വീണ്ടും സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ടു സീ യുവർ മീറ്റിംഗ്സ് എന്ന ഭാഗം മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് അവിടെ മീറ്റിംഗ് ആഡ് ആയിട്ടുണ്ട്, അവിടെ വന്നിട്ടുണ്ട് ടെസ്റ്റ് മീറ്റിംഗ്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഓപ്പൺ ആയി വന്നു. ഇനി പ്രസൻറ്റ് ഓർ ജോയിൻ മീറ്റിംഗ്
അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അടിയിൽ നമുക്ക് ഈ മീറ്റിംഗ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഷെയർ കൊടുക്കാം. വാട്സപ്പിലൂടെയൊക്കെ അതിൻ്റെ ID നമുക്ക് ഷെയർ ചെയ്യാം. അവിടെ ജോയിൻ മീറ്റിംഗ് കൊടുത്തു. അപ്പോൾ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജോയിൻ ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുണ്ട് ഷെയർ. നമ്മൾ ഈ ID ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയൊക്കെ നമ്മുടെ മീറ്റിംഗ് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി ഗൂഗിൾ മീറ്റിൽ ചിലപ്പോൾ നമ്മൾ ഈ ഷെഡ്യൂൾ ചെയ്ത ഈ ലിങ്ക് ഗൂഗിൾ മീറ്റിലേക്ക് ആഡ് ചെയ്യാൻ ചിലപ്പോൾ സമയമെടുക്കും. അങ്ങനെ നമ്മൾ നോക്കിയിട്ട് അവിടെ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗൂഗിൾ കലണ്ടർ ഓപ്പൺ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് തന്നെ നേരിട്ട് മീറ്റിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഗൂഗിൾ കലണ്ടർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ കാണാം ഗൂഗിൾ മീറ്റ്, നമ്മൾ ഷെഡ്യൂൾ ചെയ്ത മീറ്റ് കാണാം. അതിന് ക്ലിക്ക് ചെയ്യാം. അതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. അവിടെ ജോയിൻ വിത്ത് ഗൂഗിൾ മീറ്റ് അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ മീറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്ന് നമുക്ക് അതിലേക്ക് പ്രവേശിക്കാവുന്നതാണ്.